If cos inverse x minus cos inverse y by 2 is equal to alpha, then find 4x square minus 4xy cos alpha plus y square വില കണ്ടുപിടിക്കണം. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ട്രിക്സ് എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും ഒരു വില കൊടുക്കും. ഞാനിവിടെ കൊടുക്കുന്ന വില എക്സ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് 1 മൈനസ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് വെച്ചാൽ എന്താണ്? ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് പൈ ബൈ 3 എന്ന വില കിട്ടും. ഈ ആൽഫ മൈനസ് പൈ ബൈ 3 കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്? കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 4x സ്ക്വയർ മൈനസ് 4xy കോസ് ആൽഫ പ്ലസ് വൈ സ്ക്വയർ. അതിന് ആ കോസ് ആൽഫയ്ക്ക് പകരം കോസ് ഓഫ് മൈനസ് പൈ ബൈ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 4x സ്ക്വയർ മൈനസ് 4xy കോസ് ഓഫ് മൈനസ് പൈ ബൈ 3 പ്ലസ് വൈ സ്ക്വയർ. അതിന്റെ കോസ് ഓഫ് മൈനസ് പൈ ബൈ 3 വരെ നമുക്ക് അറിയാമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 മൈനസ് 4 ഇൻറ്റു 1/2 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ വെച്ച് നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷനും നമ്മൾ ചെക്ക് ചെയ്യണം. എന്താണ്? മൈനസ് 4 സൈൻ സ്ക്വയർ ആൽഫ, 4 സൈൻ സ്ക്വയർ ആൽഫ, 2 സൈൻ 12. അപ്പൊ ഇവിടെ സി ഈസ് ഈക്വൽ ടു 4 വന്നു. അപ്പൊ ആ ഉത്തരവല്ല, നമുക്ക് എന്താ വേണ്ടുന്നത്? 3 ആണ്. ഓരോ വാല്യൂസ് ഓരോ ഓപ്ഷനും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണം. എന്തിന്റെ? മൈനസ് പൈ ബൈ 3 ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട് 4 സൈൻ സ്ക്വയർ ആൽഫയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് 4 അല്ല, 4 സൈൻ സ്ക്വയർ ആൽഫ. അപ്പൊ എന്ത് കിട്ടി? 4 സൈൻ സ്ക്വയർ ഓഫ് മൈനസ് പൈ ബൈ 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന വാല്യൂ കിട്ടും. 3 എന്ന വാല്യൂ കിട്ടും. സൈൻ സ്ക്വയർ ആയതുകൊണ്ട് 3 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ നമുക്ക് ആദ്യം കിട്ടിയ വാല്യൂ 3 ആണ്. ഇവിടെ 3 കിട്ടി. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കിയപ്പോൾ നമുക്ക് ഓപ്ഷനിൽ കിട്ടിയ വാല്യൂ 3 ആണ്. ഏതാണ്? ഓപ്ഷൻ ബി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഉത്തരം. അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ ബി ഓപ്ഷൻ ആണ്. ബി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പി സൈൻ സ്ക്വയർ തീറ്റ, സൈൻ സ്ക്വയർ ആൽഫ. അപ്പൊ നമുക്കത് ടിക്ക് ചെയ്യാം. ദിസ് ഈസ് ദ ആൻസർ. ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക, ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.